പി എസ് സി, ഞാൻ ആര്യ. അപ്പൊ ഇന്ന് നമ്മൾ 2024 PSC ചോദിച്ച ഏറ്റവും പുതിയ മലയാള ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അത് പഠിക്കുമ്പോഴേ അറിയാം, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പല ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതായത് കൂടുതലും മുൻകാല ചോദ്യങ്ങളിൽ നിന്നാണ് PSC ഇപ്രാവശ്യവും 2024 ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ LDCക്ക് പോകുന്നതിന് മുമ്പ് മുൻകാല ചോദ്യങ്ങളൊക്കെ പഠിച്ച് തീർത്തിട്ട് വേണം പോവാൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. സന്ധി പഠിക്കാത്തവന്മാർ ഫ്രണ്ട്ലി PSC സന്ധി എന്ന് സെർച്ച് ചെയ്താൽ നല്ല കിണ്ണം ക്ലാസ് കിട്ടും. വിത്ത് കോഡാണ്, ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ലോഭസന്ധി എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോഭസന്ധി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഉണ്മയെ പിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഉണ്മയും വെണ്മയൊക്കെ പലതവണ PSC ചോദിച്ചിട്ടുള്ള. ഉണ്മ എന്ന് പറഞ്ഞാല് ഉള് അധികം മായാണ്. അപ്പൊ ഉള് അധികം മാ ചേർത്തപ്പോ നമുക്ക് കിട്ടിയത് എന്തുവാ? ഉണ്മയാണ്. ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താ? മായാണ്. അതായത് നമ്മൾ കൊടുത്തത് ഊയും മായും, നമുക്ക് കിട്ടിയത് എന്തുവാടാ? ഊവും മായും. അതായത് ഞാൻ കൊടുത്തപ്പോ എനിക്ക് കിട്ടിയത് ഇണ്ണാണ്. അപ്പൊ എന്താ? ആദേശസന്ധി. അപ്പൊ ഇവനല്ല, അവൻ ആദേശസന്ധിയാണ്. അടുത്തത് തേർത്തടം. ഞാൻ തേറ് കൊടുത്തു, വെറും ഒരു തടം കൊടുത്തു. എനിക്ക് ഉത്തരം കിട്ടിയപ്പോ എന്താ? ഒരു താ കൊടുത്ത് എനിക്ക് ഇത്താ കിട്ടിയാൽ അത് ദ്വിത്വസന്ധിയാണ്. ഇവൻ ദ്വിത്വമാണ്. അപ്പൊ അതല്ല ഉത്തരം. പിന്നെ അയാൾ, അധികം ആളെ കൊടുത്ത് എനിക്ക് എന്തെന്നാണ് കിട്ടിയത്? യാളാണ് എനിക്ക് കിട്ടിയത്. അതായത് യായിനെ ഞാനൊന്നുള്ള ചികഞ്ഞു നോക്കിയപ്പോ യാ എന്ന് പറയുന്നവൻ എന്താണ്? അധികം ആയാണ്. അപ്പൊ ഞാന് കൊടുത്തപ്പോ എനിക്ക് എന്തൊക്കെ കിട്ടിയടാ? ആയും യും ആയും ഉള്ളും. അതായത് ഞാൻ കൊടുത്തതിനെ കൂടാതെ ഒരു സാധനം എനിക്ക് എക്സ്ട്രാ കിട്ടി. അതായത് പുറത്തുനിന്ന് ഒരുത്തൻ ആഗമിച്ചു, യകാരം ആഗമിച്ചു, ആഗമസന്ധിയാണ്. അപ്പോ എന്ത് പോയോ? ആഗമസന്ധി അല്ല. അപ്പൊ ഉത്തരം ഏതാവാം? വന്നില്ലയെ പിരിക്കുമ്പോ എന്ത് വരും? വന്നു അധികം ഇല്ല, വന്നില്ല. അതായത് ഞാനിവിടെ ഒരു ഉകാരമൊക്കെ ചേർത്താണ് അങ്ങ് കൊടുത്തത് കേട്ടോ. പക്ഷെ എന്റെ ഉകാരം വന്നില്ല. ഉത്തരം വന്നപ്പോ ഉകാരത്തിനൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടതേ ഇകാരം കയറി വന്നേക്കുവാണ്. അപ്പൊ ഇകാരം എവിടെ വന്നിട്ടുള്ളത്? അതായത് ഉകാരം ലോപിച്ചു പോയി, വന്നു അധികം ഇല്ല എന്നുള്ളത് ചേർത്തപ്പോ വന്നില്ലയായി. ഉകാരം ലോപിച്ചാൽ ലോഭസന്ധിയാണ്. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി, ലോഭസന്ധി. ഇത് കേൾക്കുമ്പോഴേ ഭയങ്കരമായി എന്തൊക്കെയാണെന്ന് തോന്നുന്നവര്, ഇതൊന്നുമില്ല, സിമ്പിളാണ്. എന്ത് കണ്ടാല് ഫ്രണ്ട്ലി PSCയുടെ സന്ധി ക്ലാസ് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടാൽ ഇതൊക്കെ ഫുള്ളായിട്ട് ചെയ്യാം. അതായത് നമ്മുടെ സിലബസിൽ സന്ധി ഇല്ല, പക്ഷെ നിങ്ങൾ കണ്ടോ 2024 മിക്ക മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലും സന്ധി എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫ്രണ്ട്ലി PSC ആര്യാജി സന്ധി എന്നൊന്ന് സെർച്ച് ചെയ്താൽ ക്ലാസ് കാണാം, സിമ്പിളായിട്ട് കാണാം. ഓക്കെ, അടുത്തത് നദി എന്ന പദത്തിന്റെ സമാന പദം. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുൻകാല ചോദ്യമാണ്. നദിയുടെ സമാന പദം. ഉത്തരം ഓപ്ഷൻ എ ആണ്, വാഹിനി. കോടെന്തായിരുന്നു? നദി എന്തെങ്കിലുമൊക്കെ എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ വഹിച്ചോണ്ട് പോകുന്നവനാണല്ലേ, അതല്ലേ കോഡ് പറഞ്ഞേ. അപ്പൊ എന്താ? വാഹിനി, വഹിച്ചോണ്ട് പോകുന്ന നദി. പിന്നെ അനിലൻ എന്താണ്? കാറ്റാണ്. സമീരൻ എന്താ? മന്ദസമീരൻ, ഇളം കാറ്റ്. അപ്പൊ സമീരൻ കാറ്റാണ്. വിഹായസിൽ പറക്കുന്നവനാണ് ആര്? വിഹകം പക്ഷിയാണ്. വിഹായസ് ആകാശമാണ്. വിഹായസ് ആകാശം, വിഹകം പക്ഷി, സമീരൻ കാറ്റ്, അനിലൻ കാറ്റ്. പിന്നെ ഒരു സാധനം PSC എപ്പോഴും ചോദിക്കും, അനലനും അനിലനും. അനലൻ എന്തെന്നാന്ന് അറിയാലോ? അനലൻ തീയാണ്, അഗ്നിയാണ്. അനിലൻ കാറ്റ. ചിലർക്ക് അതും തെറ്റിപ്പോവും. അതോർക്കാനേ കനല് ഉള്ളത് അനലനില, വള്ളി വേണ്ട. പിന്നെ വള്ളി ഉള്ളത് ഏതാ? കാറ്റില്. ഈ കാറ്റത്താണ് ഈ സാധനം ഒടിഞ്ഞിങ്ങനെ തൂങ്ങിക്കിടക്കണേ നോത്താൽ മതി. അപ്പൊ വള്ളിയുള്ള ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ വന്നാൽ അത് കാറ്റാണ്, വള്ളിയില്ലാതെ വന്നാൽ അത് തീയാണ്. ഓർക്കാലോ? എല്ലാം കിട്ടിയല്ലോ. ഇത് ഇനിയും ചോദിക്കും. ഇനി അടുത്തത് ശരിയായ പദം കണ്ടെത്തുക. ഇത് ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലേ. എന്താണ് ഉത്തരം? തിരശ്ചീനം. പ്രൊനൗൺസ് ചെയ്ത് നോക്കിയാൽ മതി, ഉച്ചരിച്ച് നോക്കിയാൽ മതി. തിരശ്ചീനം എന്നല്ല പറയാ, അല്ലാതെ തിരശ്ചീനമെന്നോ എന്നൊന്നും അല്ലല്ലോ പറയുന്നേ. അപ്പൊ തിരശ്ചീനം. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം എന്താണ്? ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനം കാണിക്കുന്നതിനായിട്ട് ബഹുവചന പ്രത്യയം ചേർത്ത് പറഞ്ഞ് രൂപപ്പെടുന്ന നാമങ്ങളാണ് ഏത് വരുന്നത്? പൂജക ബഹുവചനത്തിൽ വരുന്നത്. അപ്പോ പൂജക ബഹുവചനത്തില്
ഒരാളെ കുറിക്കും ബഹുമാനവും കാണും. നോക്കുക, താങ്കൾ, താങ്കൾ ഭക്ഷണം കഴിച്ചോ? താങ്കൾ ബഹുമാനപൂർവ്വമാണ് നമ്മൾ താങ്കളെന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഉത്തരം താങ്കളാണ് കേട്ടോ. പിന്നെ മിടുക്കറും കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ പൂജക ബഹുവചനമാണോ? അല്ലല്ലോ. അടുത്തത്, കാണാൻ ആഗ്രഹിക്കുന്ന ആളെന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, ദൃഷ്ടി കൂട്ടിയിട്ടുള്ള വാക്കായിരിക്കും. ഉത്തരം ഏതാണ്? ദിദൃക്ഷു. പിന്നെ നമ്മൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടേ, ആഗ്രഹിക്കുന്ന ആളെന്ന് ചോദിക്കുമ്പോൾ അവസാനം സുവോ ഷുവോ ആയിരിക്കും എന്ന് പഠിച്ചു വെച്ചിട്ടില്ലേ? അപ്പൊ കാണാൻ കാണുന്നത് ദൃഷ്ടി കൊണ്ടാ. അപ്പൊ ദിദൃക്ഷു. ഉത്തരം നോക്കിയേ, ദിദൃക്ഷു. ഇനി പിപാസു എന്താ? പീന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള് പിപാസു. ഇനി ബുഭുക്ഷു, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ബുഭുക്ഷു. മുമുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്ന ആള് മുമുക്ഷു. എല്ലാ അക്ഷരം വെച്ച് തന്നെ പഠിച്ചുകൂടെ? എളുപ്പമല്ലേ? ഇത്രയുള്ള കാര്യം. അതെ, മലയാളം നിങ്ങൾ അവസാനം നോട്ട് PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാതിരിക്കുക എന്നൊക്കെ വിചാരിച്ചാവുന്ന നടക്കണ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കോഡൊക്കെ വെച്ചിട്ട് ഓർത്താൽ നിങ്ങൾ ഓർത്തിരിക്കും. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ്? പ്രയോജക ക്രിയ എന്തുവാടാ? ഇപ്പൊ പറയുന്ന വ്യാകരണ ഭാഗങ്ങളെല്ലാം ഫ്രണ്ട്ലി PSയുടെ പ്ലേലിസ്റ്റിലുണ്ട്, കാണാത്തവർ കാണുക. മലയാളം വെരി വെരി സിമ്പിൾ ആണ്. പ്രയോജക ക്രിയ എന്താ? ഒരാളുടെ പ്രേരണ മൂലം ചെയ്യുന്ന ക്രിയയാണ് അല്ലേ പ്രയോജക ക്രിയ. ഇപ്പൊ എന്താ? നിർബന്ധിക്കണം. അപ്പൊ ഇവിടെ നിർബന്ധിക്കുന്ന ക്രിയ ഏതാന്ന് നമുക്ക് നോക്കാം. കാണുന്നു, എനിക്ക് കാണാൻ തോന്നി, ഞാനങ്ങ് കാണുകയാണ്. അപ്പൊ അത് പ്രയോജകമല്ല, പിന്നെന്താ? അത് കേവലമാ. താഴുന്നു, എനിക്ക് താഴാൻ തോന്നി, ഞാൻ അത് താഴുകയാണ്, കേവലമാണ്. കേൾക്കുന്നു, എനിക്ക് പാട്ട് കേൾക്കാൻ തോന്നി, ഞാൻ കേൾക്കുന്നു, കേവലമാണ്. ഇനി ഇതിൻ്റെയൊക്കെ പ്രയോജനം എന്താ? എനിക്ക് കാണാൻ വയ്യ, ഞാൻ കാണുന്നില്ല, അപ്പൊ എന്താ? കാണിക്കുന്നു, കാണിക്കുന്നു, കാണുക എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അത് പ്രയോജകം. താഴുന്നില്ല, അപ്പൊ എന്നെ ആരെങ്കിലും പിടിച്ച് താഴ്ത്തുന്നു, അത് പ്രയോജകമാവും. ഇനി കേൾക്കാൻ പറ്റത്തില്ല, കേൾക്കില്ല, അപ്പൊ എന്താ? കേൾക്കട എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കുന്നു. അപ്പോൾ കേൾപ്പിക്കുന്നു ആണെങ്കിൽ എന്താവും? പ്രയോജകമാകും. ഇനി അടുത്തത്, ഓടിക്കുന്നു. ഓടറാന്ന് പറഞ്ഞപ്പോ എന്താ? അല്ല, ഞാൻ ഓടില്ല, ഞാനിങ്ങനെ നിൽക്കുക, ഓടുന്നില്ല അല്ലേ? അപ്പൊ ഓടാതിരുന്നപ്പോ ഒരാൾ വഴി എടുത്ത് ഓടറാന്ന് പറഞ്ഞപ്പോ എന്താ? ഓടിപ്പോയി. അതെന്താ? അത് തന്നെ ഓടിക്കുകയാണ്. അപ്പൊ ഓടിക്കുന്നു എന്ന് പറയുന്നത് പ്രയോജക ക്രിയയാണ്. ഇതാണ് ഉത്തരം. ഓടുന്നു എന്നായിരുന്നെങ്കിൽ കേവലം, ഓടിക്കുന്നു എന്നാവുമ്പോ പ്രയോജകം. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഹണം എന്ന വാക്കിന്റെ വിപരീതം. ആരോഹണം, അവരോഹണം അല്ലെ? ആരോഹണം മേളിലേക്കുള്ള പോക്ക്, അവരോഹണം മേളിൽ നിന്ന് താഴോട്ട്. അപ്പൊ ആരോഹണം, അവരോഹണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് അവരോഹണം. ഉത്തരം അവരോഹണം. അടുത്തത്, അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അവൻ ഓർമ്മകൾ അയവിറക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കില്ലേ പശുക്കളൊക്കെ? അയവിറക്കുക എന്ന് വെച്ചാൽ എന്താ? അയവിറക്കുക എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ഓർമ്മിക്കുക അല്ലെ? വീണ്ടും ഓർക്കുന്നതിനെയാണ് അയവിറക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വിൺ അധികം തലം. പലതവണ PSC ചോദിച്ചിട്ടുള്ള വിൺ അധികം തലം ഏത് സന്ധ്യ? ആദേശസന്ധിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ സന്ധി ക്ലാസ്സിൽ? ഓക്കെ. അപ്പൊ വിൺ അധികം തലത്തെ ചേർത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? വിണ്ടലം. വിണ്ടലം. വിണ്ടലം എന്തുവാ? സ്വർഗം എന്ന് അർത്ഥമുണ്ട്, ആകാശം എന്ന് അർത്ഥമുണ്ട്. അപ്പൊ വിൺ അധികം തലം ആദേശസന്ധിയിൽ നമ്മൾ പഠിച്ചാണ്. ചേർത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? വിണ്ടലം കിട്ടും, ആകാശം, സ്വർഗം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. പുല്ലിംഗം എന്താണെന്ന് അറിയാലോ? പുല്ലിംഗ പ്രത്യയത അൻ. സ്ത്രീലിംഗ പ്രത്യയത അള്ള് ഈ. എങ്ങനെ ഓർക്കും? സ്ത്രീകൾ നമ്മളെ പിടിച്ച അള്ളും അല്ലെ? സ്ത്രീകൾ പിടിച്ച അള്ളും. അള്ള് ഈ ആണ് സ്ത്രീലിംഗ പ്രത്യയം, അന്നാണ് പുല്ലിംഗ പ്രത്യയം എന്ന് ഓർക്കാം. അപ്പോ ഇതിലെ പുല്ലിംഗം അവൾ സ്ത്രീയാ, മകൾ സ്ത്രീയാണ്, സമർത്ഥ സ്ത്രീയാണ്, പിന്നെ ഏതാ? മിടുക്കനാണ് പുല്ലിംഗമായിട്ട് വന്നേക്കുന്നത്. 10 ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഒന്നാമത്തെ ചോദ്യം പദശുദ്ധിയാണ്. ശരിയായ പദം ഏതാണ് ചോദിച്ചേക്കുന്നത്? ഓൾറെഡി ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ്? കൈയെഴുത്ത്. കൈയെഴുത്ത്. അപ്പൊ സാധാരണ കൈയെഴുത്താണ്, സാധാരണ കൈയക്ഷരമാണ്, സാധാരണ കയ്യൊപ്പാണ്. അതായത് ഇയാ വേണ്ട, വെറും ഇയാ മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അപ്പൊ കൈയെഴുത്താണ് ഉത്തരം. ബുക്കിന്റെ അവസാനം, നമ്മുടെ ബുക്കിന്റെ അവസാനം കൈ ചേർത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. കൈ അക്ഷരം, കൈയേറ്റം, കൈയാമം, കൈയൂക്ക്, കൈയടി ഒക്കെ കൊടുത്തിട്ടുണ്ടേ. അപ്പോ ശരിയായ രൂപം കൈയെഴുത്ത്. സാധാരണ കൈയെഴുത്താണ്, സാധാരണ കയ്യൊപ്പാണ്, സാധാരണ കൈയടിയാണ്. അപ്പൊ വെറും യായാണെന്ന് ഓർക്കാം. ഇനി അടുത്താണ് നെന്മണി. നെന്മണി പിരിച്ചെഴുതുമ്പോ എങ്ങനെയാണ്? സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമായിരിക്കും.
അപ്പോ നെന്മണി ആദേശസന്ധിയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഫ്രണ്ട്ലി പി എസ് സി ആദേശസന്ധി എന്നോ സന്ധി എന്നോ സെർച്ച് ചെയ്യുക. ക്ലാസ് മുഴുവനായിട്ട് കാണാം. സന്ധി എന്ന് 2024 മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പൊ വിത്ത് ട്രിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നെന്മണിയെ നമുക്ക് പിരിക്കുന്നത് എങ്ങനെയാണ്? നെല അധികം മണി എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാലോ. അപ്പോ ഇത് ഇങ്ങനെ എഴുതാം. അപ്പൊ നെല്ലധികം മണിയെന്നോ നെലയധികം മണിയെന്നോ പിരിക്കാം. അത് രണ്ടും ശരിയാണ്. അപ്പൊ ഉത്തരത്തിൽ രണ്ടും തന്നിട്ടുള്ളത് കൊണ്ട് ക്യാൻസൽ ചെയ്യുമായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വ്യാകരണം അറിയുന്നവൻ, ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് SCRT വാക്കാണ്. വ്യാകരണം അറിയുന്നവൻ ആരാണ്? വൈയാകരണനാണ്. വ്യാകരണം അറിയുന്നവൻ വയ്യാകരണം. ഞാൻ ഓർത്ത് വയ്ക്കാൻ കോഡ് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഈ മലയാള വ്യാകരണം മിക്കവർക്കും ഇഷ്ടമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതൊരു വയ്യാവേലിയാണ് അല്ലെ. അപ്പൊ ഈ വയ്യാവേലിയായിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച ആള് വയ്യാകരണനാണെന്ന് ഓർത്ത് വയ്ക്കാന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ വയ്യാവേലി വയ്യാകരണൻ എന്നുള്ള രീതിയിൽ വയ്യാകരണനെ ഓർത്ത് വെക്കണം എന്ന് പഠിച്ചു. ശരിയായില്ലേ? ഇനി അടുത്തതാണ് ചിലർ എന്ന പദം ഏതു വചനമാണ്? ഏകവചനം നിങ്ങൾക്കറിയാം, ഒരെണ്ണത്തെ കുറിക്കുന്നതാണ്. അലിംഗ ബഹുവചനം. കേട്ടിട്ട് എനിക്ക് ലിംഗം മനസ്സിലാവുന്നില്ല. ലിംഗ ബഹുവചനം, അതായത് നമ്മളൊരു നാമം കേൾക്കുമ്പോൾ അത് സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. അത് രണ്ടിന്റെയും കൂടെ മിക്സ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ അത്തരത്തിൽ വരുന്നതാണ് ഇത് ലിംഗ ബഹുവചനം. സലിംഗം എന്ന് പറയുമ്പോഴോ ലിംഗം മനസ്സിലാവും. പെൺകുട്ടികൾ സ്ത്രീകളാന്ന് മനസ്സിലാവും, ആൺകുട്ടികൾ ആണാന്ന് മനസ്സിലാവും. അപ്പൊ ലിംഗം മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ അത്തരം സാധനങ്ങൾ എന്താണ്? സാലിംഗ ബഹുവചനമാണ്. ഇനി ദ്വിവചനം എന്ന് പറയുന്നത് മലയാളത്തിലുണ്ടോ? ഇല്ലല്ലോ. മലയാളത്തിൽ ഏകവചനവും ബഹുവചനവും ഉള്ളേ. സംസ്കൃതത്തിലാണ് ദ്വിവചനം ഉള്ളത്. അപ്പൊ ഇവനെ പരിഗണിക്കേണ്ട കാര്യമില്ല. പിന്നെ ചിലർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സ്ത്രീകൾ മാത്രമാണ് വരുന്നത് അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മേ ബി രണ്ടുപേരും കാണും അല്ലേ. അപ്പൊ ചിലരെന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും കാണാം. അപ്പൊ രണ്ട് ലിംഗവും അതിൽ കാണാം. പക്ഷെ ഏത് ലിംഗമാണോ നമുക്ക് ലിംഗം മനസ്സിലായില്ല. അപ്പൊ ലിംഗ ബഹുവചനമാണ്. കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായത് SCRT എന്നാണ് അവർ കൂടുതൽ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ഈ പല്ലവ പുടമൊക്കെ നമ്മൾ എപ്പോൾ പഠിച്ചതാ? SCRTയുടെ ക്ലാസ് 3 മുതൽ +1 +2 വരെ ചെയ്ത് ഫ്രണ്ട്ലി PSC പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക. അതിന്ന് ചോദിച്ചാണ് പല്ലവ പുടം. പല്ലവത്തിന്റെ പുടമാണ് പല്ലവപുടം. പല്ലവത്തിന്റെ പുടമാണ് പല്ലവപുടം. ഇനി സമാന പദം, ഇത് SCRT വാക്കാ. അതിന്റെ ഉത്തരം SCRT വാക്കാ. മഞ്ഞ് പര്യായം എന്താ? പ്രാലേയം മഞ്ഞാണ്. പ്രാലേയകരൻ ആരാണ്? നല്ല മഞ്ഞ പോലെ ഇരിക്കുന്ന അമ്പലമാവനാണ്, ചന്ദ്രനാണ് അല്ലെ. അപ്പൊ പ്രാലേയം മഞ്ഞാണ്, പ്രാലേയകരൻ ചന്ദ്രനാണ്. പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാലേയം മഞ്ഞ് SCRT വാക്കാണ് കേട്ടോ. ഇനി മാൻ എന്ന വാക്കിന്റെ പര്യായം പഠിപ്പിച്ചിട്ടുണ്ട്. ഏണം ഹരിണം മാനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പര്യായ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാൻ ഏണമാണ്. കേസരി എന്താണ്? കേസരി PSC ചോദിച്ചിട്ടുണ്ട്. കേസരി സിംഹമാണ്. ഇനി വാരണമൃഗങ്കരടി വെൺപുലികൾ പാമ്പും ഘോരതരമായി ഇവന് ഭൂമിയിൽ നടപ്പു. ഈ പാട്ട് പാടിയിട്ട് ഞാൻ പഠിപ്പിച്ചത്. വാരണം എന്താ? വാരണമുഖദേവൻ. വാരണം ആരാ? വാരണം ആനയാണ്. ഓർത്ത് വയ്ക്കാൻ. ആന ഇങ്ങനെ വാരും ഓർക്കാം. പിന്നെ അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചു തോന്നല്ലേ. അപ്പൊ ആന ഇങ്ങനെ വാരും അല്ലേ. അപ്പൊ വാരണം ആനയാന്ന് ഓർത്ത് വെക്കാന്നാ കേട്ടോ പറഞ്ഞത്. വാരണം ആന. വാരണമുഖദേവൻ ആരാ? ഗണപതിയാ. പിന്നെ വാരിജം. വാരിയിൽ ജനിക്കുന്ന ആരാ? ജമ്മിൽ അവസാനിച്ചാൽ താമരയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. വാരിജം താമര. എല്ലാത്തിന്റെ അർത്ഥം കിട്ടിയില്ലേ? ഇതെല്ലാം മുൻകാല ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത് ചാതിയോ ഉന്നു. എന്തുവാ? ചാവുന്നു അല്ലെങ്കിൽ ചാകുന്നു. ചാതിയോ ഉന്നു ചാകുന്നു. ഇനി അടുത്തത് ശരിയായ വാക്യ. മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇതിനു മുമ്പും PSC ചോദിച്ചിട്ടുണ്ട്. ഈ മറ്റും ഇതരത്തിന്റെ അർത്ഥം ഏകദേശം സെയിം ആയതുകൊണ്ട് രണ്ടും കൂടെ വേണ്ട. മറ്റിതര എന്നത് വേണ്ട. ഇനി ഏകദേശം 100ഓളം. ഏകദേശത്തിന്റെ ഓളത്തിന്റെ അർത്ഥം സെയിം ആണ്, വേണ്ട. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരേപോലത്തെ അർത്ഥം, അപ്പൊ സെയിം ആയിട്ടുള്ള അർത്ഥം
വാക്യത്തില് ഒന്നിൽ അധികം പ്രാവശ്യം ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ വാക്യശുദ്ധി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ലി PSC കാണാത്തവർ ഫ്രണ്ട്ലി PSC വാക്യശുദ്ധി സെർച്ച് ചെയ്യുക, കാണുക. ഇനി ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ, ഓരോ എന്ന് പറയുന്നതിൻ്റെ കൂടെ പുസ്തകം എന്ന് മതി, പുസ്തകങ്ങൾ എന്ന് വേണ്ട റൂള് ഇതിൽ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് ക്ലാസ്സിൽ. എന്താണ് ഇവിടെ ഓരോന്ന് പറയുമ്പോൾ ഇവിടെ പുസ്തകം എന്ന് മതി, പുസ്തകങ്ങൾ എന്ന് വേണ്ട. ഇനിയിപ്പോൾ ഇവിടെ 100 എന്നായിരുന്നെങ്കിലോ, 100 എന്നാണെങ്കിൽ ഓൾറെഡി ആ ബഹുത്വം 100 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 100 പുസ്തകം എന്ന് മതി. പിന്നെ ഒരെണ്ണല്ലേ ശരിയുള്ളൂ. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഇനി അടുത്തത് കുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം എന്ത്? സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം. എന്താ വിപരീതം? കുപ്രസിദ്ധം. അപ്പൊ സുപ്രസിദ്ധത്തിന്റെ വിപരീതം കുപ്രസിദ്ധമാണ്. അപ്പോൾ സിമ്പിൾ ആയിരുന്നല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. കുലം, കൂലം ശരിയായ അർത്ഥയോട് കണ്ടുപിടിക്കുക. കുലം എന്താണ്? കുലം വംശമാണെന്ന് നമുക്കറിയാം. അയ്യോ, അപ്പോൾ വംശം ചേർത്ത് 2 എണ്ണം ഉണ്ട്. കൂലം എന്താന്ന് അറിയാവോ? കൂലം തീരമാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ്. കുലം വംശം, കൂലം തീരം. കൂലം തീരം. അടുത്ത ചോദ്യം ജാമാതാവ്. പലതവണ PSC ചോദിച്ചിട്ടുള്ള, ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഷോർട്സ്. ജാമാതാവിന്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ആ ബ്ലഡ് റിലേഷനിൽ വരുന്ന മലയാള പദങ്ങളെല്ലാം കൂടെ അഭിനയിച്ചിട്ടിട്ട് ഒരു ഷോർട്സ് ഫ്രണ്ട്ലി PSC കിടപ്പുണ്ട്, കാണണം കേട്ടോ. അപ്പൊ ജാമാതാവിനൊക്കെ പടപടാന്ന് പഠിക്കാം. ആ ജാമാതാവ് എന്ന് വെച്ചാൽ എന്താണ്? ജാമാതാവ് എന്ന് വെച്ചാല് മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവാണ് ആര്? ഡാഷ് മരുമകൻ അല്ലെ? മരുമകൻ. അപ്പൊ കോഡ് എന്തായിരുന്നു? ഞാൻ അതിൽ പഠിപ്പിച്ച അമ്മായി അമ്മ മരുമകനാണ് ജാമ് കൊടുക്കുന്നത്. ബാക്കി വീട്ടിലുള്ളവർക്കൊക്കെ ഇച്ചിരി ജാമ് കൊടുക്കുള്ളൂ. മരുമകന് നിറച്ച് ജാമ് ബ്രെഡിൽ തേച്ച് കൊടുക്കും എന്നാണ് കോഡിട്ട് പഠിപ്പിച്ചത്. അപ്പൊ ജാമാതാവാരാണ്? മരുമകനാണ്. അടുത്തത് വാക്യശുദ്ധി എന്നൊരു ക്വസ്റ്റ്യനാ. അപ്പൊ വാക്യശുദ്ധിയിൽ ഞാൻ ഗതിയും ഘടകവും ഒക്കെ ചേർന്ന് കണക്ട് ചെയ്തിട്ടുള്ള വാക്യശുദ്ധി പഠിപ്പിച്ചപ്പോൾ ഒരു സ്ഥലത്ത് ഉമ്മ ചേർത്താണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ സെന്റൻസിൽ ഇപ്പുറത്ത് ഉമ്മ തന്നെ വേണം. ഒരു സ്ഥലത്ത് ഓ ആണെങ്കിൽ ഇപ്പുറത്ത് ഓ തന്നെ വേണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കാത്തൊരു വാക്യശുദ്ധി ക്ലാസ് കണ്ടാൽ മതിയേ. അപ്പോൾ ശരിയായ വാക്യം, ഞാൻ എത്ര താമസിച്ച് കിടന്നും കൃത്യമായി ഉണരുകയും, അത് പറ്റൂല, ഉണരുകയും ചെയ്യും. ഉമ്മ് യുമ്മ്. അപ്പോൾ കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും. വായിച്ചപ്പോൾ തന്നെ ഒരു തെറ്റ് നിങ്ങൾക്ക് തോന്നിയില്ലേ? അടുത്തത് ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. ശരിയാണല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. എന്തിനാണ് ആവശ്യമില്ലാത്തത്? ഞാൻ എത്ര താമസിച്ച് കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും. ഇത് എന്തല്ലേ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ പറയോ? ഇല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത് നോർമൽ വായിച്ചാൽ മതി, കിട്ടും. ഇനി NOC ഇല്ലേ, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. NOCയുടെ മലയാളം എന്താണ്? NOC എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ NOC. അപ്പോൾ ആ എതിർപ്പൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇവിടെ വന്നേക്കുന്നത് ഏതായിരിക്കും? പരിപത്രമാണോ, സമ്മതപത്രമാണോ, നിവേദനമാണോ, നിരാക്ഷേപപത്രമാണോ? സമ്മതപത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എതിർപ്പില്ലെന്നല്ലേ, പക്ഷെ അതിൽ എതിർപ്പ് എന്നൊരു വാക്ക് പോലത്തെ വന്നിട്ടില്ലല്ലോ മലയാളത്തിൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ആക്ഷേപം, നിരാക്ഷേപം, എതിർപ്പില്ല എന്നൊരർത്ഥമാണ്. അപ്പോൾ NOC എന്ന് പറയുന്നത് നിരാക്ഷേപ പത്രമാണ്. NOC നിരാക്ഷേപ പത്രം. ഇനി പരിപത്രം എന്താണ്? സർക്കുലർ എന്ന് കേട്ടിട്ടില്ലേ? പരിപത്രം സർക്കുലർ ആണ്. പരിപത്രം സർക്കുലർ. ഇനി സമ്മതപത്രം കൺസെന്റ് ലെറ്റർ ആണ്. സമ്മതപത്രം കൺസെന്റ് ലെറ്റർ. ഇനി നിവേദനം എന്ന് പറയുമ്പോൾ പെറ്റീഷൻ ആണ്. നിവേദനമാണ് പെറ്റീഷൻ. അപ്പൊ നിരാക്ഷേപ പത്രം NOC ആണ്, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇനി അടുത്തത് അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം. അലംഭാവം എന്ന് വെച്ചാൽ എന്താ? മതിയായി, വയ്യ അല്ലെ? അപ്പൊ എന്താ? മതി എന്നുള്ള ഭാവമാണ് അലംഭാവം. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ആർദ്രം നനഞ്ഞതാണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആർദ്രം, നനവുള്ളത്. ഇനി അടുത്ത് ചുവടെ ചേർത്തിരിക്കുന്നതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? അപ്പൊ ആദേശസന്ധി കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതായത് പ്ലസിന് ശേഷം, കുറെ ട്രിക്ക് ഉണ്ട്, അതിൽ ഒരെണ്ണം എളുപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്കാണ്. പ്ലസിന് ശേഷം വ്യഞ്ജനമാണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പൊ കണ്ണീർ എന്ന് പറയുമ്പോൾ ഇവിടെ നീയാണ്, ഇവിടെ തണ്ണീർ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസിന് ശേഷം നീയാണ്, ഇവിടെ പ്ലസിന് ശേഷം നീയാണ്, ഇവിടെ പ്ലസിന് ശേഷം വിണ്ണധികമാറ്, വിണ്ണാറ്, ആയാണ്, വിണ്ണാറാണ്. അപ്പോൾ ഇതാണ് ഉത്തരം കേട്ടോ.
ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ണധികം ആറ്, വിണ്ണാറ്. വിരിച്ച് കാണിക്കണോ? ഒന്ന് കാണിച്ചേക്കാം അല്ലേ. വിൺ അധികം 6 കൊടുത്തപ്പോൾ എനിക്ക് വിണ്ണാറ് കിട്ടി. ഞാൻ വി കൊടുത്തു, എനിക്കിതേ വി കിട്ടി. ഞാൻ ഇണ്ണ് കൊടുത്തു, ഡയറക്റ്റ് അവിടെ കാണാത്തതുകൊണ്ട് ഞാൻ വട്ടിട്ട് വെച്ചു. ഞാൻ ആറിൻ്റെ ആയും കൊടുത്തു, ഡയറക്റ്റ് കാണാത്തതുകൊണ്ട് ഞാൻ അവിടെ വട്ടിട്ട് വെച്ചു. റ് കൊടുത്ത് റ് കിട്ടും. അതായത് ഇണ്ണധികം ആ കൊടുത്ത എനിക്ക് കിട്ടിയത് ഇണ്ണായാണ്. ഇണ്ണ എന്ന് പറയുന്നത് ഇന്നിനെ എങ്ങനെയും കൂടെ എഴുതാം, ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇണ്ണ എന്ന് പറയുന്നത് പ്ലസ് ആയാണ്. അതായത് ഞാൻ കൊടുത്ത ഈ അല്ലേ ഗിടുകിടാന്ന് ഇരട്ടിച്ചിപ്പുറത്ത് ഇണ്ണായത്. അതായത് ഇവൻ എന്ന് പറയുന്നത് ദ്വിത്വസന്ധിയാണ്, ബാക്കിയുള്ളവര് ആദേശസന്ധിയാണ്. അപ്പൊ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്ത ഇവനെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഋഷികളെ സംബന്ധിച്ച് എന്താ? ആർഷം. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഋഷിയെ സംബന്ധിച്ച് ആർഷം, ഇവിടെ കൊടുത്തേക്കുന്ന ആർഷ. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം അല്ലെങ്കിൽ ആർഷ. അടുത്ത ചോദ്യം ഇതേടാ ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയേ. സർക്കുലർ എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന പദം ഏതാണ്? സർക്കുലറിന് പകരം ഉപയോഗിക്കുന്ന ഏതാ നമ്മൾ പഠിച്ചേ? പരിപത്രമാണ്. സർക്കുലറിന് പകരം പരിപത്രം. സർക്കുലർ പരിപത്രം. ഇനി ഇത് മുൻകാല ചോദ്യം. വൃത്തി എന്ന പദത്തിന് വിപരീതം എന്താ? ചന്ദ്രന്റെ വൃത്തി ക്ഷയങ്ങൾ. അപ്പോ വൃത്തി എന്ന് വെച്ചാൽ അഭിവൃദ്ധി, ക്ഷയം എന്ന് വെച്ചാൽ ക്ഷയിച്ചു പോകുന്ന. അപ്പൊ വൃത്തിയുടെ വിപരീതം ക്ഷയമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറും വളരെ വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ 2024 PSC മുൻകാല ചോദ്യങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. നമ്മളുടെ മുൻകാല ചോദ്യങ്ങളുടെ ബുക്ക് പഠിച്ചിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബുക്ക് വേണ്ടവർ വാട്സപ്പ് വഴി വാങ്ങിക്കാം. 2024 വരെയുള്ള അപ്ഡേറ്റഡ് PYQ ക്ലാസ് ബുക്ക് വാങ്ങുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ബുക്കിന്റെ ക്ലാസ്സും അതിനുശേഷമുള്ള ക്ലാസ്സും SCRT ക്ലാസ്സും ഒക്കെ ബുക്ക് വാങ്ങുന്നവർക്ക് 1 വർഷം വാലിഡിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2024 അടുത്ത ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്. അയൺ തിളച്ച് നിൽക്കുമ്പോൾ അടിക്കുക. നല്ല പരന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതായത് യോജിച്ച സമയത്ത് പ്രവർത്തിക്കുക എന്നൊരർത്ഥമല്ലേ അതിനുള്ളത്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള പഴമൊഴി ഏതാണെന്ന് ചോദിച്ചാൽ കാറ്റുള്ളപ്പോൾ തൂറ്റണം. അതായത് കാറ്റുള്ളപ്പോൾ പാറ്റുക. ഈ മറ്റേ നെല്ലും പതിരും വേർതിരിക്കുന്ന ആ പ്രോസസ് ഇല്ലേ, അതായത് നെല്ലും പതിരും കൂടെ ഇങ്ങനെ മുറത്തിൽ വെച്ചത് ഇങ്ങനെ വെക്കുമ്പോൾ പതിര് പറന്ന് ദൂരം, നെല്ല് താഴെയും വീഴണമെങ്കിൽ എന്ത് വേണം? കാറ്റ് വേണം. കാറ്റ് മാറിക്കഴിഞ്ഞ് കാറ്റില്ലാത്തപ്പോൾ ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതായത് അനുകൂല സാഹചര്യത്തിൽ പ്രവർത്തിക്കണം, കാറ്റുള്ളപ്പോൾ പാറ്റണം, അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ തൂറ്റണം. അടുത്തത് പാണിവാദം കണ്ടപ്പോൾ പലരും കൺഫ്യൂഷൻ ആയിപ്പോയി. കൈകാലുകൾ ഇല്ലേ, ആ സാധനം തന്നെയാണിത്. അതായത് പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനാ? കയ്യും കാലും രണ്ടിനും തുല്യ പ്രാധാന്യം. ദ്വന്ദ്വ സമാസത്തിൽ പഠിച്ചതല്ലേ. പാണി എന്ന് പറഞ്ഞാൽ എന്താ? പാണി കൈയാണ്, പാദം കാലാണ്. അപ്പോ പാണിയും പാദവും ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. പാണിപാദം കുറെ പേര് ശരിയാക്കി, കുറെ പേർക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പേടി തോന്നി, കുറച്ച് പേര് തെറ്റിച്ചു. എന്നാലും കുഴപ്പമില്ല, മിക്കവരും നമ്മുടെ പിള്ളേര് ശരിയാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? പൂജക ബഹുവചനം. ഈ 2024 കൂടുതൽ പൂജക ബഹുവചന ചോദിച്ചേക്കുന്നു തോന്നുന്നു അല്ലേ. അതായത് ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനം കാണിക്കുന്നതിനായിട്ട് ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് പ്രയോഗിച്ചിരിക്കുന്ന നാമമാണ് ഏത്? പൂജക ബഹുവചനം. അപ്പൊ ബഹുമാനം കാണിക്കുന്നതിന് ഉദാഹരണം അല്ലാത്തതാ. സ്വാമികൾ ഒരാളെ ഉള്ളൂ, ബഹുമാനത്തിന് വേണ്ടിയിട്ട് കള്ളി ചേർത്തേക്കുക. ജ്യോത്സ്യർ ബഹുമാനമാണ്. വൈദ്യർ ബഹുമാനമാണ്. അധ്യാപകർ ഇതിന് മുമ്പും PSC ചോദിച്ചിട്ടുണ്ട്. അധ്യാപകരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാലോചിക്കണം എന്താണെന്നറിയോ? അയ്യോ, അധ്യാപകരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണല്ലോ. പക്ഷെ ഇവിടെ ഒരു അധ്യാപക അല്ല, കുറെ പേരുണ്ട്. നമ്മൾ പൂജക ബഹുവചനം ഒരാളോടുള്ള ബഹുമാനം കാണിക്കാനല്ലേ ഉപയോഗിക്കുക. അപ്പോൾ അധ്യാപകർ എന്ന് പറയുന്നത് അത് പൂജക ബഹുവചനമല്ല കേട്ടോ. അപ്പോൾ ഉത്തരമായിട്ട് വന്നേക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ അധ്യാപകർ ഏത് ലിംഗമാ? ലിംഗ ബഹുവചനം. അതായത് എന്താ? അധ്യാപികമാർ മാത്രമാണോ അധ്യാപകന്മാരാണോ എന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും കൂടെ ചേർത്തല്ലേ പറഞ്ഞേക്കുന്നത് അധ്യാപകർന്ന്. അപ്പൊ രണ്ടുപേരും കാണും. അപ്പൊ ലിംഗ ബഹുവചനമാണ്, പൂജകമല്ല. ഇനി അടുത്ത വണ്ട എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? അളി വണ്ടാണ്. ആളി തോഴിയാണ്. അളി വണ്ടാണ്. ഓർത്ത് വയ്ക്കാൻ എന്താ പറഞ്ഞേ? ഈ അളിഞ്ഞ സാധനത്തിലൊക്കെ വന്ന് വണ്ടിരിക്കുമെന്ന് ഓർത്താൽ മതി. അളി വണ്ടാന്ന് ഓർക്കാന്ന് പറഞ്ഞു. പിന്നെ ഭ്രമരം, സിനിമ ഉണ്ടല്ലോ, ഭ്രമരം വണ്ടാണ്. മധുപം, മധുപാനം ചെയ്യുന്നവൻ വണ്ടാണ്.
ഭൃംഗം വണ്ടാണ്. അപ്പൊ എല്ലാം വണ്ടാണ് അല്ലേ? അപ്പൊ ഉത്തരം എന്താ? പറഞ്ഞവയെല്ലാം, മുകളിൽ പറഞ്ഞവയെല്ലാം വണ്ടാണ്. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പദം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഐച്ഛികമില്ലാതെ യാദൃച്ഛികമായി തുച്ഛമായ വിദ്യുച്ഛക്തിയിൽ തൊട്ടാലും ശിരച്ഛേദം സംഭവിക്കും, പിന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും. ചാച്ച കോമ്പിനേഷനിൽ നമ്മളുടെ പദത്തിൽ വരുന്നതാണ് യാദൃച്ഛികം. ഇത് തെറ്റല്ലേ? അടുത്തത് അതിഥി. തിഥി നോക്കാതെ ഇടയ്ക്ക് കയറി വരുന്നവനല്ലേ അതിഥി. അപ്പൊ തീയതിയുടെ തീ നടുക്കെഴുതണമെന്നാണ് നമ്മൾ ഓർത്തേക്കുന്നത്. പിന്നെ നമ്മുടെ അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ രഥത്തിൽ കയറ്റിയാണ് പോകാൻ നേരത്ത് കൊണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ പോകാൻ നേരത്ത് രഥത്തിൻ്റെതായാണ് വേണ്ടത്. ഇതാണ് അതിഥി. ഇനി അഞ്ജലി അല്ലല്ലോ, അഞ്ജലി അല്ലേ? അപ്പോ ഞായും ജായും കൂടെയുള്ള കോമ്പിനേഷനാണ് അഞ്ജലിക്ക്. പിന്നെ ശരി ഏതാ? അനുഗ്രഹീതൻ. ശരി, അനുഗ്രഹീതനാണ് ശരി കേട്ടോ. ഇനി അടുത്ത വിണ്ടലം കേട്ടോ. പിന്നെയും ചോദിച്ചേക്കാണ് വിണ്ടലം. ഇച്ചിരി മുമ്പും 2024 ചോദിച്ചില്ലേ വിണ്ടലം? അപ്പൊ LD-ക്കാര് ഫുള്ള് പഠിച്ചിട്ട് പോണം. വിണ്ടലം. അപ്പോ വിൺ അധികം തലമാണ്. എവിടെ? അതെ, വിൺ അധികം തലമാണ് വിണ്ടലം. വിണ്ടലം എന്താ? സ്വർഗമെന്നോ ആകാശമെന്നോ ഒക്കെ പറയാം. അടുത്തത് മുൻകാല ചോദ്യം തന്നെ കേട്ടോ. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫ്രണ്ട്ലി PSC-യിൽ. കല്ലധികം മതിൽ. കല്ലധികം മതിൽ എന്തുവാ? കന്മതിലാണ്. കന്മതിൽ കേട്ടോ. കല്ലധികം മതിൽ കന്മതിലാണ്. ഇനി അടുത്തത് ഏട്ടിലെ പശു. ഞാൻ അഭിനയിച്ചിട്ടുള്ള ഷോർട്സ് അല്ലേ? ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. അപ്പൊ ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഏടെന്തുവാ? താളാണ്. ഈ പുസ്തകത്തിന്റെ താളിനെയാണ് നമ്മൾ ഏടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഏട്ടിൽ ഒരു പശുവിന്റെ ഫോട്ടോ ഉണ്ടോ? ആ പശു ചാണകം തരും, പാല് തരും എന്ന് വിചാരിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? വല്ലതും തരുമോ? ഒന്നും തരത്തില്ലല്ലോ. അപ്പൊ എന്താ? പ്രയോജനമില്ലാത്ത വസ്തുവിനെയാണ് ഏട്ടിലെ പശു എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വിപരീത പദം എഴുതുക. ഉന്മീലനം. വിപരീതം എന്താ? നിമീലനം. കണ്ണു തുറക്കുക, കണ്ണടക്കുക. ഇതൊക്കെ SCRT ആണ്. ഇതൊക്കെ കണ്ണടച്ച് കണ്ണു തുറന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഉന്മീലനത്തിന്റെ വിപരീതം എന്തുവാ? നിമീലനം. ഉന്മീലനം, നിമീലനം. അടുത്തത് ഒറ്റപ്പദം. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. എത്ര തവണ PSC ചോദിച്ചു. അറിയാൻ ആഗ്രഹിക്കുന്ന ആളാരാ? ഇതൊരു ജിജ്ഞാസയല്ലേ? അപ്പൊ ജിജ്ഞാസ ഉള്ളവനാരാ? ജിജ്ഞാസു. ജിജ്ഞാസു ആണ്. അറിയാൻ ആഗ്രഹിക്കുന്നവനാരാണ്? ജിജ്ഞാസു ആണ്. ഇനി ജിഷ്ണു ആരാ? അർജുനനെ ജിഷ്ണു എന്ന് പറയാറുണ്ട്, ഇന്ദ്രനെ ജിഷ്ണു എന്ന് പറയാറുണ്ട്. ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിഗീഷു. പിന്നെ ജ്ഞാനമുള്ളവനാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ പോകാം. ഇതൊക്കെ സിമ്പിൾ അല്ലേ മലയാളം? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതുപോലെ ഈ LDC 2024 വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ഫ്രണ്ട്ലി PSC-യിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മാസത്തേക്കാണ്. വലിയ ഭാഷയിൽ കൊടുക്കുന്ന സെയിം കണ്ടന്റ് തന്നെ തരുന്നുണ്ട്. എത്ര മലയാളം അറിയാൻ വയ്യാത്തവരും വെറുതെ കേട്ടിരുന്നാൽ മതി. ഇഷ്ടം പോലെ കോളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചോ. പിന്നെ ഒന്നുകൂടെ എഴുതിയെടുത്ത് മലയാളം പഠിക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്ലാസ്സിൽ വെച്ച് തന്നെ കേട്ട് പഠിക്കുക. SCRT-യും സിലബസ് വൈസും മുൻകാല ചോദ്യങ്ങൾ 2024 വരെ നമ്മുടെ ബുക്കിൻ്റെ ക്ലാസ്സും എല്ലാം ഉണ്ട്. മാക്സിമം അത് ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. 2 മാസത്തെ കോഴ്സിൽ ചേരണം. ഓക്കെ. പിന്നെ വലിയ ബാച്ചുണ്ട്, 6 മാസത്തേക്കുണ്ട്. അപ്പോൾ ക്രാഷ് മതിയാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ചേരുക. പിന്നെ ബുക്ക് വാങ്ങാത്തവർ മാക്സിമം വാങ്ങി പഠിക്കുക കേട്ടോ. അപ്പോൾ മാവ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? പഠിച്ചിട്ടുള്ളതല്ലേ? ചൂതം മാവാണ്. ആമ്രം, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ആമ് ഹിന്ദിയിൽ മാങ്ങയാണ്. അപ്പോൾ ആമുണ്ടാകുന്ന ആമ്രം മാവാണെന്ന് ഓർക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രസമല്ല, നല്ല രസമുള്ള മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. പിന്നെ മാവിന്റെ പര്യായം അല്ലാത്ത എന്താ? വരകമാണ്. വരകം എന്ന് വെച്ചാലേ ആഗ്രഹം എന്നാണ്. വരകം ആഗ്രഹം. വരയ്ക്കാൻ ആഗ്രഹമാണെന്നോ വരാൻ ആഗ്രഹമാണെന്നോ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് ഇപ്പം തന്നെ വെച്ചേക്ക്. കാരണം ഒരു തവണ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ വരകം ആഗ്രഹമാണ്. ശരിയായ പദം എന്ത് പറയാനല്ലേ? ഉത്തരം ഓപ്ഷൻ ഡി. നമ്മുടെ ഫ്രണ്ട്ലി PSC ഒരു കോഡ് എന്തായിരുന്നു? കവിയുടെ അവസാനം ഒരു വള്ളി ഉണ്ട്, അതേ വള്ളി തന്നെ കവയിത്രിയുടെ അവസാനം നമ്മൾ കൊടുത്തു. പിന്നെന്താ? കവയിത്രിക്ക് സാരി ഉണ്ടല്ലേ, സാരി ബാക്കിലേക്ക് ഇടുമ്പോൾ ഒരു വള്ളിയും കൂടെ ബാക്കിൽ വരും. അപ്പോൾ അവസാനം 2 വള്ളി, അതാണ് കവയിത്രി. പിന്നെ ഒരു കാര്യം, ഈ അവസാനം 2 വള്ളി മാത്രം നോക്കുന്നവരെ തെറ്റിക്കാൻ വേണ്ടി PSC ഒരു പണി കാണിച്ചിട്ടുണ്ട്. ഇവിടെ കവായത്രിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം 2 വള്ളി നോക്കി, ഇത് മാത്രം നോക്കരുത്, മുമ്പോട്ടൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഓപ്ഷൻ ഡി തന്നെ മാർക്ക് ചെയ്യാം. അടുത്ത വിദ്വാൻ എന്ന പദം എത്ര തവണ PSC ചോദിച്ചിട്ടുണ്ട്. വിദ്വാന്റെ സ്ത്രീലിംഗം എന്താ? വിദുഷിയാണ്. വിദുഷി. അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഇതിന് പകരം നടുക്ക് അക്ഷരം മാറ്റി തരും. അപ്പോൾ
വിദുഷിക്ക് വിദ്യയുടെ ദായാണെന്ന് ഓർക്കുക കേട്ടോ. വിദ്വാൻ വിദുഷി, വിദ്യയുടെ ദാവേണം നടുക്ക് കേട്ടോ. വിദുഷി കിട്ടിയോ? ഇനി അടുത്തതാണ് അശ്വത്ഥം എന്ന പദത്തിന് സമാനമായി വരുന്ന പദം ഏതാണ്? അശ്വത്ഥം എന്താ? അരയാലാണ്. പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. അശ്വത്ഥം അരയാൽ. അടുത്ത ചോദ്യം ഒറ്റപ്പദം എഴുതാനാ. അറിയാനുള്ള ആഗ്രഹം കണ്ടോ, പിന്നെയും ചോദിച്ചേക്കാം. അറിയാനുള്ള ആഗ്രഹം തന്നെ. അറിയാനുള്ള ആഗ്രഹം എന്താ? ജിജ്ഞാസയാണ്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. ഇനി അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ചോദിച്ചിരുന്നെങ്കിലോ ജിജ്ഞാസു ആണ്. ഇനി പിപാസ, പീന ചെയ്യാനുള്ളത് ആഗ്രഹം. അപ്പൊ പിപാസ കുടിക്കാനുള്ള ആഗ്രഹം. വിവക്ഷ ചോദിച്ചിട്ടുണ്ട്. പറയാനുള്ള ആഗ്രഹം വിവക്ഷ. ബുഭുക്ഷ ഞം ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം. കിട്ടിയില്ലേ? ഇനി വിപരീത പദം സ്വകീയം, സ്വന്തം. ഇതും പഠിപ്പിച്ചിട്ടുള്ളതാ. സ്വകീയം സ്വന്തമായുള്ളത് വല്ലവന്റെ. പരകീയം ഇവിടെ അതേണ്ട്. പരകീയം, സ്വകീയം വിപരീതം പരകീയം. പടക്കളം സിമ്പിൾ. പട പ്ലസ് കളം പടക്കളം. പട പ്ലസ് കളം പടക്കളം. കിട്ടിയില്ലേ? അടുത്തത് ഓലപ്പാമ്പ് കാട്ടുക. വെറുതെ പേടിപ്പിക്കുക അല്ലേ? അപ്പൊ ഓലപ്പാമ്പ് കാട്ടുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. ഇനി അടുത്തത് നോക്കിക്കേ. ഇത് എത്ര തവണ PSC ചോദിച്ചിട്ടുള്ള. അപ്പോ ശരിയായ വാക്യം കണ്ടെത്തുക. കണ്ടപ്പോഴേ മനസ്സിലായി എന്താ? ഗദ്യന്തരത്തിന്റെ കളിയാ. എല്ലാത്തിലും ഗദ്യന്തരം. ഗദ്യന്തരമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേറെ ഒരു മാർഗവും ഇല്ലെന്നാണ് ഗദ്യന്തരം ഇല്ല എന്നർത്ഥം. അപ്പൊ വേറെ ഒന്നും ഇല്ല എന്ന് ഓൾറെഡി ഗദ്യന്തരം ഇല്ല എന്നതിലുണ്ട്, അർത്ഥമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മറ്റെന്നോ വേറെ എന്നോ എന്തെങ്കിലും ചേർക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഗദ്യന്തരമില്ല എന്നതിൻ്റെ കൂടെ ഒരു സംഗതിയും ചേർക്കണ്ട. മറ്റ് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഉത്തരം ഏതായിട്ടാ വരിക? ഗദ്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അല്ലാതെ മറ്റ് ഗദ്യന്തരമില്ല എന്നൊരു പ്രയോഗം തെറ്റാണ്. PSC വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഗദ്യന്തരത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നമ്മുടെ ബുക്കിൽ തന്നെ കുറേ പ്രാവശ്യം പല ചോദ്യപേപ്പറിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് നന്നൂൽ. ആദേശസന്ധിയിൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നൽ അധികം നൂൽ ചേർത്ത് എഴുതുമ്പോൾ എന്താ വരിക? നന്നൂൽ എന്ന് വരും കേട്ടോ. നല്ല അധികം നൂൽ നന്നൂൽ. കിട്ടിയോ? ഓക്കെ, സിമ്പിൾ ആയിരുന്നു അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പാർട്ടും കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ എക്സാം ആകുമ്പോഴത്തേക്ക് വീണ്ടും കുറെ എക്സാംസ് ഒക്കെ വരുമല്ലോ 2024. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു പാർട്ടും കൂടെ ചെയ്താൽ 2024 ഫുള്ള് കവർ ചെയ്യാം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.